അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണല്ലോ അതിൻ്റെ പ്രതികരണം അല്ലേ? അങ്ങനെ കേൾക്കണം, എന്നാലേ സലാം പറഞ്ഞാൽ ഒരു തൃപ്തിയാവുള്ളൂ. വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. ഒരാൾ നിങ്ങളോട് സലാം പറഞ്ഞാൽ അതിനേക്കാൾ നന്നായി പ്രതികരിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതുപോലെയെങ്കിലും പ്രതികരിക്കുക. ഒരുണക്ക സലാം മടക്കൽ നമ്മളുടെ അടുത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വിദ്യാഭ്യാസം നമുക്കുള്ള ഒരു മാർഗമാണ്, ഒരിക്കലും നമ്മുടെ അന്തിമമായ ലക്ഷ്യമല്ല എന്നതാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ച വിഷയം. ഞാൻ ഭയങ്കര സംഭവം എന്നല്ലെങ്കിലും ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ഒരു ചെറിയ കുഞ്ഞ് ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു. അവരതിനെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി. അവരുടെ സമയം കൊടുത്ത്, സ്നേഹം കൊടുത്ത്, പരിലാളനകൾ നൽകി, എല്ലാം നൽകി അവരെ കുട്ടിയെ വളർത്തി. അങ്ങനെ ആ കുഞ്ഞ് വളർന്നു, അതിൻ്റെ ശൈശവം കടന്നു, ബാല്യം കടന്നു. അതിങ്ങനെ ആ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടാനാവുന്നൊരു സന്ദർഭത്തിലെത്തിയപ്പോൾ ഇനി ആ കുഞ്ഞിനെ കൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഉപകാരം ഉണ്ടാവാൻ പോവാണ്. അങ്ങനെ ഒരവസ്ഥയിലെത്തിയപ്പോൾ ആ കുട്ടിയെ ഏതോ ഒരു ടീം വന്ന് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ആ കുട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഉപകാരങ്ങളും, ആ കുട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ഉപയോഗങ്ങളും അവർ ഒറ്റക്ക് അനുഭവിച്ചു. ഈ മാതാപിതാക്കൾക്കൊന്നും കിട്ടിയില്ല. ഇതാണ് കഥ. ഞാൻ തുടക്കത്തെ പറഞ്ഞിട്ടുണ്ട്, കഥ വലിയ സംഭവമൊന്നുമല്ല. ഞാൻ ഈ കഥ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ആധുനിക ശാസ്ത്രം. ആധുനിക ശാസ്ത്രം ഒരു ചെറിയ കൈക്കുഞ്ഞായിരുന്നപ്പോൾ, അതിനൊന്നും അറിയാതിരുന്നൊരവസ്ഥയിൽ, അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഉപകാരവും കിട്ടാത്തൊരു സന്ദർഭത്തിൽ അതിനെ മുലയൂട്ടിയതും അതിനെ പരിലാളനകൾ നൽകിയതും അതിനെ വളർത്തിയതും ആരാണ്? മുസ്ലിങ്ങളാണ്. പക്ഷേ അതൊരു കറവ പശുവായി മാറിയപ്പോൾ, അതിൽ നിന്ന് ഉപകാരങ്ങൾ കിട്ടുന്നൊരവസ്ഥ എത്തിയപ്പോൾ, അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളും സാമ്പത്തികമായ ഭൗതികമായ നേട്ടങ്ങളും ഉണ്ടാകുന്നു എന്നൊരവസ്ഥ എത്തിയപ്പോൾ, അത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും കയ്യിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളതാണ്. അതിന് കാരണം കുരിശ് യുദ്ധത്തിൻ്റെ സമയത്ത് നടന്ന ബൗദ്ധികമായ കൊള്ളയടിയാണ്. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന്, അവിടുത്തെ ലൈബ്രറികളിൽ നിന്നുമെല്ലാമുള്ള ബൗദ്ധികമായ കൊള്ളയടിയാണ് ഇന്ന് ശാസ്ത്രത്തെ യൂറോപ്പിൻ്റെ പുത്രനാക്കി മാറ്റിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മഹാനായ ജാബിർ ഇബ്നു ഹയ്യാൻ, അദ്ദേഹമാണ് യഥാർത്ഥ കെമിസ്ട്രിയുടെ പിതാവ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഒപ്റ്റിക് സയൻസ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഹസൻ ഇബ്നു ഹൈത്തം എന്നൊരു പേര് നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ നിർമ്മാണത്തിലുമെല്ലാം നിർണായകമായ പങ്കുവഹിച്ച അൽഗരിതത്തിൻ്റെ പിതാവാരാണ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ന് നൂതനമായ സർജറികളുടെയും ശാസ്ത്രക്രിയകളുടെയും കാലഘട്ടമാണ്. അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ഹൃദയം മാറ്റിവെക്കാൻ, മനുഷ്യൻ്റെ കരൾ മാറ്റിവെക്കാൻ, മനുഷ്യൻ്റെ വൃക്ക മാറ്റിവെക്കാൻ, മനുഷ്യൻ്റെ വിവിധങ്ങളായ അവയവങ്ങൾ മാറ്റിവെക്കാൻ മാത്രം പ്രാപ്തി നേടിയ ശാസ്ത്രശാഖ ഇന്ന് വളർന്നിട്ടുണ്ട്. ഫാദർ ഓഫ് മോഡേൺ സർജറി എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അബുൽ ഖാസിം അസ്-സെഹ്റവിയാണ് അത്. അതുപോലെ തന്നെ ഇബ്നു സീന, അവിസന്ന എന്ന ഓമന പേരിട്ട് യൂറോപ്യന്മാർ വിളിക്കുന്ന ഇബ്നു സീന, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. ഞാൻ ആ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഇന്ന് കാണുന്ന വളർച്ച പ്രാപിച്ച ഏത് ശാസ്ത്രവും നമ്മൾ എടുത്തു നോക്കിയാൽ ആ ശാസ്ത്രം ഒരു ശിശുവായിരുന്നപ്പോൾ ഇസ്ലാമാണ് അതിനെ താരാട്ട് പാടിയത്, മുസ്ലിങ്ങളാണ് അതിനെ മുലയൂട്ടിയത്, മുസ്ലിങ്ങളാണ് അതിനു വേണ്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. എന്തിന്? അവിടെയാണ് നമ്മുടെ വിഷയത്തിന് ഉത്തരം കിടക്കുന്നത്. എന്തിനാണ് മുസ്ലിങ്ങൾ ശാസ്ത്രം പഠിച്ചത്? എന്തിനാണ് മുസ്ലിങ്ങൾ സർജറി പഠിച്ചത്? എന്തിനാണ് മുസ്ലിങ്ങൾ അൽഗരിതവും അതുപോലെ തന്നെ കോസ്മോളജിയും അതുപോലെ തന്നെ വിവിധങ്ങളായ ശാസ്ത്രശാഖകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ വലിയ നേട്ടങ്ങൾ മുസ്ലിങ്ങൾ കൊയ്തത് എന്തിനാണ്?
2 ഉത്തരങ്ങളാണ് അതിലുള്ളത്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നതാണ്, സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്നതാണ്. നമ്മുടെ മാർഗം വിദ്യാഭ്യാസമാണ്. നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവായ കാരുണ്യവാനായ അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നതാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് 2 സഹാബികൾ വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 2 സഹാബികൾ വന്നിട്ട് ആയിഷ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഉമ്മ, നിങ്ങൾക്ക് റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതം തോന്നിയ അവസരങ്ങൾ ഏതാണ്? നബിയുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ അവസരം ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉണ്ട്, അങ്ങനെ ഒരു അവസരമുണ്ട്. അതൊരു ദിവസം രാത്രിയാണ്. രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ, ഇന്ന് എനിക്ക് ഒറ്റക്ക് നിന്ന് നമസ്കരിക്കണം, എൻ്റെ റബ്ബിൻ്റെ കൂടെ ഇന്ന് എനിക്ക് ഒറ്റക്ക് സംവദിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ കരയാൻ തുടങ്ങി. ഞാൻ പ്രവാചകൻ്റെ അടുത്ത് പോയി മുഖത്തേക്ക് നോക്കി. കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. സുന്ദരമായ 2 കവിളുകളും നനഞ്ഞു കുതിർന്നു. കരച്ചിൽ നിൽക്കാതെ ആയപ്പോൾ റസൂലിൻ്റെ തിങ്ങി നിറഞ്ഞ തടിച്ച താടിരോമങ്ങൾ മുഴുവൻ ആ കണ്ണുനീരുകൊണ്ട് നനഞ്ഞു കുതിർന്നു. ആ താടിരോമങ്ങൾക്കും താങ്ങാൻ കഴിയാത്ത വിധം കണ്ണുനീരിൻ്റെ ആധിക്യമുണ്ടായപ്പോൾ ആ താടിരോമങ്ങളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റുറ്റു വീഴാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്ന ആ ഭാഗത്തെ മണ്ണ് മുഴുവൻ നനഞ്ഞു കുതിർന്നു. ഞാൻ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ, റസൂലിനെ വിളിച്ചുണർത്താൻ വേണ്ടി വരുമ്പോൾ ഇതേ അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. അവസാനം ബിലാലിന്റെ വിളി കേട്ട് നമസ്കാരം പൂർത്തിയാക്കി. പ്രവാചകൻ തളർന്നിരുന്നപ്പോൾ തൻ്റെ കണ്ണുനീര് കൊണ്ട് ആ ഭാഗത്തുള്ള മണൽത്തരികളെ മുഴുവനും നനഞ്ഞു കുതിരുമാറ് കരഞ്ഞ് അവശനായിരിക്കുന്ന റസൂലിന്റെ മുന്നിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? മുമ്പും പിമ്പുമുള്ള എല്ലാ പാപങ്ങളും നിരുപാധികം പടച്ചോൻ പുറത്തു തന്നിട്ടും എന്തിനാണ് റസൂലെ താങ്കൾ ഇങ്ങനെ വേദനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ഷകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ? എന്നിട്ട് റസൂൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്തറിയോ? ലഖദ് നസലത അലയ്യ ലൈല ആയ, ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. റസൂൽ പറയാണ്, വൈലുൽ ലിമൻ ഖറഅഹാ, ആര് ആ ആയത്ത് പാരായണം ചെയ്യുന്നുവോ അവന് നാശം. വലം യതഫക്കർ ഫീഹാ, ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, ആ ആയത്തിനെ കുറിച്ച് ആലോചിക്കാതെ ആരെങ്കിലും ആ ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്നുവരെ അങ്ങനെ ഒരു ആയത്തിനെ? ഓതിയാൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നാശം സംഭവിക്കുന്ന ഒരു ആയത്തിനെ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തരാണ്. ഏതാണ് ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകളിൽ ഒരു ആയത്ത് എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തി
ചിന്തിക്കുകയും ചെയ്യുന്നവരാണവർ, പഠിക്കുന്നവരാണ്. ഗോളശാസ്ത്രത്തെക്കുറിച്ച്, എംബ്രിയോളജിയെക്കുറിച്ച്, സുവോളജിയെക്കുറിച്ച്, ബോട്ടണിയെക്കുറിച്ച് എല്ലാ ശാസ്ത്രശാഖകളിലേക്കും ആഴത്തിലിറങ്ങി ചെല്ലുന്നവരാണവർ. എന്നിട്ട് അവരുടെ പഠനങ്ങളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും എവിടേക്കാണ് അവരെ എത്തിക്കുക? അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ, നീ ഇതൊന്നും വൃഥാവിലായി പടച്ചിട്ടില്ല റബ്ബേ, നിന്റെ ഈ സൃഷ്ടിപ്പൊന്നും ഒരിക്കലും നിരർത്ഥകമല്ല നാഥാ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്രയോ പരിശുദ്ധനാണ്, ഭയാനകമായ നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരീക്ഷണവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനവും അവസാനം ഒരു മുസ്ലിമിനെ എത്തിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലേക്കാണ്. നമ്മൾ എത്ര തവണ ഈ ആയത്ത് പാരായണം ചെയ്തിരിക്കുന്നു? എത്ര തവണ നമ്മൾ ഈ ആയത്ത് ഓതിയിരിക്കുന്നു? ഒരു വട്ടെങ്കിലും നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ നമ്മൾ? ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ളൊരു മനസ്സാണ് പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ നമ്മുടെ പഠനം നമുക്ക് നൽകേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നൽകേണ്ടത്. അത് നമുക്ക് അതുമൂലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്, ഒരു സംശയമില്ല. നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പഠനങ്ങളും അന്തിമമായി പടച്ചവന്റെ ഉദാത്തമായ പവിത്രതയിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല എങ്കിൽ ഏറ്റവും അവസാനം ആ പഠനമെല്ലാം പരാജയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലുമെല്ലാം ദൃഷ്ടാന്തമുണ്ട്. നാൻ അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നമുക്ക് കാണാം. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ കാസർഗോഡ് നിന്ന് വരുന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്നവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ട്. എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് എത്രമാത്രം നിസാരമാണ്. ഈ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള സൂര്യന്റെ മുന്നിൽ ഈ ഭൂമി എത്രമാത്രം ചെറുതാണ്. ആ സൂര്യനെ പോലെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ മഹാ ഗാലക്സിക്ക് മുന്നിൽ, ക്ഷീരപഥത്തിന് മുന്നിൽ ആ സൂര്യൻ എത്രമാത്രം ചെറുതാണ്. അതുപോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ നിലനിൽക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ മുന്നിൽ ആ ക്ഷീരപഥം എത്രമാത്രം ചെറുതാണ്. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ, ഇതിന്റെ എല്ലാം സംരക്ഷകൻ, ഇതിന്റെ എല്ലാം കൈകാര്യകർത്താവായ അള്ളാഹുവിലേക്കാണ് നമ്മുടെ പഠനം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി നിങ്ങൾക്ക് അറിയുന്നല്ലേ? ആയത്തുൽ കുർസി അറിയാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. ആയത്തുൽ കുർസിയുടെ അവസാനം എങ്ങനെയാണ്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി എന്നാണ്. എന്താണ് കുർസി? എന്താണ് കുർസി? ആയത്ത് കുർസിയിൽ പറഞ്ഞ കുർസി എന്താണ് അറിയോ? ഖബർസ്ഥാനിൽ സലാം പറഞ്ഞോലാക്കരുത്. അർഷോ? അർഷ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചത്. പക്ഷെ അർഷല്ല. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മൗദിഉ ഖദമൈ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നത്. അള്ളാഹുവിന്റെ 2 പാദങ്ങൾ വെക്കുന്ന സ്ഥലം. അള്ളാഹുവിന്റെ 2 പാദങ്ങൾ വെക്കാനുള്ള അതിന്റെ വലുപ്പത്തെക്കുറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്? ഈ ആകാശഭൂമികളെല്ലാം, ആ മുഴുവൻ പ്രപഞ്ചവും ആ കുർസിയിൽ വെച്ച് കഴിഞ്ഞാൽ ഏതുപോലെയാണ് അത് ഉണ്ടാവുക? കൽഹലഖത്തിൽ മുൽഖാത്ത് ഫിൽ അർദിൽ ഫുലാത്ത്, വിശാലമായ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചാൽ എപ്രകാരമാണോ ആ മോതിരം നമുക്ക് തോന്നുക, അതുപോലെ മാത്രമേ അള്ളാഹുവിന്റെ കുർസിയിൽ ഈ ആകാശഭൂമികൾ മുഴുവനും വെച്ചാൽ അത് ഉണ്ടാവുള്ളൂ. ഇനി ഈ കുർസി എടുത്ത് അർശിൽ വെച്ചാലോ? അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനമാണ്. അർശിയിൽ വെച്ചാലോ? ഇതുപോലെ തന്നെയാണ്. വലിയ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ എപ്രകാരം ഉണ്ടാകുമോ അത്രത്തോളം ചെറുതായിരിക്കും ഈ കുർസി. അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിന്റെ മലക്കുകളിൽ, അർശ് ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള അനുവാദം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ്, ആ ഒരു മലക്കിന്റെ പെരടിയിൽ നിന്ന് ചെവി വരെയുള്ള, ചെവിയുടെ അറ്റത്തെ മാംസം വരെയുള്ള ദൂരം എത്രയാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മസീറത്തു 700 ആം, 700 വർഷത്തെ വഴി ദൂരമാണ് ആ ഒരു മലക്കിന്റെ ചെവിയുടെ അറ്റത്ത് നിന്ന് ആ മലക്കിന്റെ പെരടി വരെ യാത്ര ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്, അത്തരത്തിലുള്ള എത്രയെത്ര മലക്കുകൾ. പ്രവാചകൻ പറയുന്നു, ആകാശത്തൊരു സൂചി കുത്താൻ പോലും ഇടമില്ല. ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ, ഒരു മലക്ക് അവിടെ റുക്കൂ ചെയ്തിട്ടല്ലാതെ. താരതമ്യേന പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലമാണ് കേരളമൊക്കെ. ആളുകൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുക. പക്ഷെ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെയും നിങ്ങൾ യാത്ര ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ രണ്ട് ഭാഗങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒന്നും മനുഷ്യന്മാരില്ല, എന്നിട്ടും ഹൈലി പോപ്പുലേറ്റഡ് ആണ് കേരളം എന്നൊക്കെ പറയുന്നു. പക്ഷേ മനുഷ്യനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മലക്കുകളുടെ എണ്ണം. ആ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നതാണ്, പ്രവിശാലമായ ആകാശങ്ങളിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ, റുക്കൂ ചെയ്തിട്ടല്ലാതെ ആ മലക്കുകളോട് മുഴുവൻ അല്ലാഹു ഖിയാമത്ത് നാളായാൽ എഴുന്നേൽക്കാൻ പറയും. അപ്പൊ ആ മലക്കുകൾ മുഴുവൻ പറയും, അല്ലാഹുമ്മ റബ്ബനാ മാ അബദനാക ഹഖ്ഖ ഇബാദതിക്, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിന്നെ ആരാധിക്കേണ്ടതുപോലെ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് ആ മലക്കുകൾ മുഴുവൻ പറയുമെന്നാണ്. സൃഷ്ടിച്ച അന്ന് തൊട്ട് സുജൂദിലും റുക്കൂയിലുമായി കാലങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് ഇസ്രാഫീൽ സൂറിൽ ഊതാൻ പോകുമ്പോൾ എഴുന്നേൽക്കാൻ പറയുമ്പോൾ ഈ മലക്കുകൾ പറയുന്ന വർത്താനാണിത്. മാ അബദനാക ഹഖ്ഖ ഇബാദതിക്, പടച്ചോനെ നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തെക്കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈന അന യംശി, ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമിഅതു സൗതൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞാനിതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫറഫഅതു ബസരി, ഞാൻ എൻ്റെ ദൃഷ്ടികൾ മുകളിലോട്ട് ഉയർത്തി നോക്കി. ആ സമയം ഞാൻ അവിടെ കാണുകയാണ്, ഹിറയിലേക്ക് എൻ്റെ അടുത്ത് വന്ന മലക്ക്. ആ മലക്ക് ആകാശമണ്ഡലങ്ങളെ മുഴുവനും മറച്ചുകൊണ്ട് ഒരു കസേരയിൽ അവിടെ ഇരിക്കുന്ന കാഴ്ച. വലഹു 600 ജനാഹ്, 600 ചിറകുകൾ വിടർത്തിക്കൊണ്ട് ആകാശമണ്ഡലങ്ങളെ മുഴുവനും മറച്ച് ഭീമാകാരമായ രൂപത്തിൽ അവിടെ നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകൻ പറയുന്നു, ആ ജിബ്രീൽ എന്നെയും കൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആകാശങ്ങൾ കിടന്ന് അവസാനം അള്ളാഹുവിന്റെ സമീപത്തെത്തുന്ന സമയത്ത് ഫഇദൽ ജിബ്രീൽ, 600 ചിറകുകളുള്ള ഭീമാകാരനായ ജിബ്രീലിന്റെ അവസ്ഥ ഇതുപോലെയാണ്. കൽഹിൽസിൽ ബാലി, പഴയ തുണി പോലെ ഒരു മൂലയിൽ ചുരുട്ടിയിട്ട പഴയ തുണി പോലെ. മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ. ആ റബ്ബിനെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. ആ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ എത്തിക്കേണ്ടത്. ആത്മാർത്ഥമായി ഈ ആയത്ത് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം, ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നാം പഠിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലകളിലെല്ലാം അള്ളാഹുവിലേക്കുള്ള ചിന്തയിലേക്കുള്ള വഴിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ ലക്ഷ്യം നാം പൂർത്തിയാക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? പരലോകമോക്ഷമാണ്, സ്വർഗപ്രാപ്തിയാണ്, നരകമോചനമാണ്, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആനുമായി മുന്നോട്ട് പോയ എൻ്റെ മുമ്പ് സംസാരിച്ച ജൗഹറൈനിക്കോട് അദ്ദേഹം പറഞ്ഞ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, ഒരു മനുഷ്യൻ, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത്? ഇസ്രാഫീൽ രണ്ടാമത്തെ തവണ ഊതുന്ന സമയത്ത് എല്ലാ ഖബറുകളും പിളർക്കപ്പെടും. ആ ഖബറിന്റെ അകത്ത് നിന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മനുഷ്യന്മാരെല്ലാം എഴുന്നേറ്റു വരും. ഖുർആനുമായി ജീവിച്ചൊരു മനുഷ്യൻ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഖുർആൻ അയാളെ സ്വീകരിക്കാൻ അയാളെ ഖബറിന്റെ പുറത്തുണ്ടാകും. വിവർണനായ ഒരു രൂപത്തിൽ, അങ്ങനെ തന്നെയാണ് ഹദീസ് പറയുന്നത്. വിവർണനായ ഒരു രൂപത്തിൽ ഖുർആൻ അവിടെ നിൽക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, എന്നെ അറിയോ, എന്നെ കണ്ടിട്ടുണ്ടോ? ഖബറാളി പറയും, എനിക്കറിയില്ല, ആരാണ് നീ? ആ ഖുർആൻ വീണ്ടും ചോദിക്കും, എന്നെ അറിയോ? വീണ്ടും പറയും, എനിക്കറിയില്ല. ആ സമയം ആ ഖുർആൻ പറഞ്ഞു കൊടുക്കും, എല്ലാ കച്ചവടക്കാരും കച്ചവടത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. ഇന്നേ ദിവസം നിന്റെ കച്ചവടത്തിൽ നിന്ന് നഷ്ടമല്ലാത്ത ഏറ്റവും നല്ല ലാഭം നീ കൊയ്യുന്ന ദിവസമാണ് എന്ന് ആ ഖുർആൻ പറയുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ വലത് കൈയിലേക്ക് അനശ്വരത നൽകും,
ഇടത് കൈയിലേക്ക് രാജാധികാരം നൽകും. എന്താണ് അനശ്വരത? ഫദ്ഖുലൂഹാ ഖാലിദീൻ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് പിന്നീട് അവിടെ മരണമില്ല. ഇടത് കൈയിലേക്ക് രാജാധികാരം നൽകും. എന്താണ് രാജാധികാരം? വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആ സ്വർഗ്ഗത്തെ താങ്കൾ കാണുകയാണെങ്കിൽ റസൂലേ, അവിടെ താങ്കൾക്ക് വലിയ അനുഗ്രഹങ്ങളും വലിയ രാജാധികാരങ്ങളും കാണാൻ കഴിയുമെന്നാണ്. എന്നിട്ട് ഈ മനുഷ്യനോട് ഖുർആൻ പറയും, ഈ മനുഷ്യന്റെ മാതാപിതാക്കൾക്ക് ആ മനുഷ്യൻ ഖുർആൻ പഠിച്ചത് കാരണം വലിയ ഉടയാടകളും കിരീടങ്ങളും വെച്ചു കൊടുക്കും. ആ മാതാപിതാക്കൾ ചോദിക്കും, എന്തിനാണ്? നിങ്ങളുടെ മകൻ ഖുർആൻ പഠിച്ചത് കാരണമാണ്. എന്നിട്ട് ഈ മനുഷ്യന്റെ തലയിലേക്ക് ഒരു കിരീടം വെച്ചുകൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഖുർആൻ ഓതുക. അവൻ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങും. ഓരോ ആയത്തുകൾ ഓതുമ്പോഴും എവിടം വരെ അവൻ ഓതുന്നുവോ അവിടം വരെ സ്വർഗത്തിന്റെ രാജകീയമായ പദവികളുടെ പടവുകൾ അവനെങ്ങനെ കയറി 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 പോയിക്കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ ഹശ്റിന്റെ മൈതാനിയിൽ ഇതുവരെ നമ്മൾ കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത, അറിയാത്ത പല അനുഭവങ്ങളും ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അനുഭവങ്ങളെല്ലാം അവിടെ വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്ന ആ ഗ്രന്ഥം കണ്ടിട്ട് ആശ്വാസത്തിന്റെ നെടുവീർപ്പെടുന്ന മനുഷ്യന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു പറയാണ്, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി ظننت عني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ചില ആളുകളുടെ വലത് കൈയിലേക്ക് പടച്ചോൻ അവരുടെ ഗ്രന്ഥം നൽകുകയാണ്. ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ട് അവർ പറയുകയാണ്, ഇതാ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ആരോരും കാണാത്ത സമയത്ത്, ആരോരും അറിയാത്ത സമയത്ത്, ആരും എന്നെ പിടിക്കില്ല, ആരും എൻ്റെ ഈ സ്വഭാവം തിരിച്ചറിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള അന്യനാട്ടിലുള്ള സമയത്ത്, 4 ചുമരുകൾക്കുള്ളിലുള്ള സമയത്ത് ഞാൻ എൻ്റെ റബ്ബിനെ ഭയന്നുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, ഹറാമിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, മോശമായ ബന്ധങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അതിതാ ഈ ഗ്രന്ഥത്തിൽ സുവ്യക്തമാണ്, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇന്നി ظننت عني ملاق حسابيا, ഈ ദിവസം വന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഈ ദിവസത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തി ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിക്കാത്ത ആളുകൾ വറദൂ ബിൽ ഹയാത്തി ദുനിയാ, ഈ ദുനിയാവിലെ നൈമിഷികമായ സുഖങ്ങൾ കൊണ്ട് അവരതാ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വത്മഅന്നു ബിഹാ, അവരതുകൊണ്ട് സമാധാനമടയുകയും ചെയ്തിരിക്കുകയാണ്. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ് ഹത്താ ഇദാ ജാഅത്ഹുമുസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസ്രതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ദുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ. ഈ ദിവസത്തെ നിഷേധിച്ച ആളുകൾ പ്രവർത്തനത്തിലും കർമ്മത്തിലും സംസാരത്തിലും ചിന്തയിലും ഈ ദിവസത്തെക്കുറിച്ചുള്ള ബോധമില്ലാതിരുന്ന ആളുകൾ അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യന്മാരെ പറയുകയാണ്, ഇന്നി ظننت عني ملاق حسابيا, എന്റെ ഈ വിചാരണയുടെ ദിവസത്തെ ഞാൻ കാണേണ്ടി വരുമെന്നൊരു ബോധം എനിക്കുണ്ടായിരുന്നു, എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ മനുഷ്യരതാ സ്വർഗത്തിലേക്ക് പോകുകയാണ്. വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. അപ്പോൾ മുഖങ്ങൾ പ്രകാശിക്കുന്നവർ അവരവരുടെ രക്ഷിതാവിന്റെ കരുണയിലായിരിക്കും, അവരവരുടെ രക്ഷിതാവിന്റെ സ്നേഹത്തിലായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് എല്ലാവരും ഒരുമിച്ചിട്ടല്ല പോവുക.
ഓരോ കൂട്ടങ്ങളായിട്ടാണ് ആളുകൾ ആ സ്വർഗത്തിലേക്ക് നടന്നു പോകുക എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടങ്ങളുടെ പ്രത്യേകത പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും മുന്നിലുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിന്റെ സുമറിന്റെ പ്രത്യേകത പ്രവാചകൻ പറയുന്നു, പൂർണ്ണ നിലാവുള്ള ചന്ദ്രനെ പോലെ അവരുടെ മുഖങ്ങൾ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അതിന്റെ തൊട്ടു പിന്നിലുള്ള ആളുകൾ അവരുടെ മുഖങ്ങൾ അതാ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കൂട്ടം പിന്നോട്ട് പോകുമ്പോൾ പ്രകാശവും ദറജയും അങ്ങനെ കുറഞ്ഞു വരുമെന്നാണ്. ഈ ആളുകൾ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ സ്വർഗത്തിന് 8 വാതിലുകൾ കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു വാതിലിന്റെ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്കുള്ള വഴി ദൂരം 40 വർഷത്തെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ വഴിദൂരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവിടെ ആ സ്വർഗത്തിന്റെ വാതിലിലേക്ക് അവരെത്തുന്ന സമയം അവിടെ സൂറത്ത് സുമറിൽ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സ്വർഗവാസികൾ കൂട്ടമായി സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആ വാതിലുകൾ ഫുതിഹത് അബ്വാബുഹാ, അതിന്റെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ മാലാഖമാർ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, തുബ്തും, വെൽ ഡൺ, നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്തിരിക്കുന്നു, ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരിക്കുന്നു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ നിത്യവാസികളായിക്കൊണ്ട്, മരണമില്ലാത്തവരായിക്കൊണ്ട്, നാശമില്ലാത്തവരായിക്കൊണ്ട് എന്നെന്നും അനുഭവിക്കുന്ന രീതിയിൽ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന ആശീർവാദത്തോടുകൂടി ആ സ്വർഗത്തിന്റെ കാവൽ മാലാഖമാർ അവരെ ആ സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഇതാണ്. ഒന്ന്, അള്ളാഹുവിനെ മനസ്സിലാക്കുക, ആ റബ്ബിനെ മനസ്സിലാക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക. എന്നിട്ട് അവസാനം ആ റബ്ബിനെ കൺകുളിർക്കെ കാണുകയും ആ റബ്ബിന്റെ മുന്നിൽ നേരിട്ട് സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന മഹാഭാഗ്യം, വിലമതിക്കാനാവാത്ത ഭാഗ്യം, അതുല്യമായ ഭാഗ്യം നേടിയെടുക്കുക. ഇതാവണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും 6 അക്ക ശമ്പളമോ 8 അക്ക ശമ്പളമോ 10 അക്ക ശമ്പളമോ ആരെങ്കിലും പറയുന്ന അഭിവാദ്യങ്ങളോ എവിടെന്നെങ്കിലും കിട്ടുന്ന ഹർഷാരവങ്ങളോ ആരെങ്കിലും കൊണ്ടുതരുന്ന പൂച്ചെണ്ടുകളോ ആകരുത്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അത് ഏറ്റവും വലുതാകട്ടെ, ഏറ്റവും പവിത്രമായതാകട്ടെ, ഏറ്റവും ഉന്നതമായതാകട്ടെ. നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്തുന്ന, നിങ്ങൾ റബ്ബിനെ കണ്ടെത്തുന്നതാകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയാണമാകട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ യാത്ര. നിങ്ങളിലൂടെ ലോകം നാഥനെ അറിയട്ടെ, നിങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകൾ സ്വർഗത്തിലേക്ക് വരട്ടെ, ഹിദായത്ത് പുൽകട്ടെ, നന്മ പുൽകട്ടെ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.